ഫ്രണ്ട്സ്, എൻ്റെ പേര് ദാനിഷ് ബാബു. ഞാനൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. ഞാൻ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സൊക്കെ മാനുവലായിട്ട് പരീക്ഷിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ്. ഓക്കെ, ഞാൻ ഇന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്കൂൾ ബിൽഡിംഗ് ഡിസൈനാണ്. ഒരു 3 ഫ്ലോറ് 20,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ബിൽഡിംഗാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്കൂൾ ബിൽഡിങ്ങിൻ്റെ റിക്വയർമെൻറ്റ്സ് അറിയാം. ക്ലാസ് റൂം, പാസേജസ്, ടീച്ചിങ് റൂം, കമ്പ്യൂട്ടർ ലാബ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ലാബ്, ലൈബ്രറി, ടോയ്ലറ്റ് ആൻഡ് സ്റ്റെയർകേസ്. അങ്ങനെ 30 ക്ലാസ്സുകളാണ് ഇവിടെ. 12 ക്ലാസ്സിന് 2 ഡിവിഷൻ വെച്ച് 24, ഫിസിക്സ്, കെമിസ്ട്രി 3, ടീച്ചേഴ്സ് റൂം, ഇങ്ങനെ മൊത്തം 30 ക്ലാസ്സുകളാണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമുക്ക് മിനിമം 40 പേർക്കുള്ള ക്ലാസ് റൂമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. 40 പേർക്കുള്ള ക്ലാസ് റൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 530 സ്ക്വയർ ഫീറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിനുവേണ്ടി 7 × 7 m² അഥവാ 49 m² ആണ് ഓരോ ക്ലാസ് റൂമും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഫ്ലോർ ഹൈറ്റ് 3500 അഥവാ 3.5 മീറ്ററാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്ലാനാണിത്. അതിൻ്റെ സ്ട്രക്ചറൽ ഡീറ്റെയിൽ പ്ലാനാണിത്. നമുക്ക് നോക്കിയാൽ അറിയാം. ഓരോ 3.5 ഡിസ്റ്റൻസ് സെൻറ്റർ ടു സെൻറ്ററിലാണ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ കോളംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ലോങ്ങിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ 7, 3, 7 എന്നുള്ള മെഷർമെൻറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോളം ആണ് ഞാൻ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോളം നമുക്ക് 3 തരത്തിലുള്ള കോളംസ് ഉണ്ട്, അവൈലബിൾ ആണ്. ഒന്ന് യൂണിയാക്സിയൽ, ബൈആക്സിയൽ ആൻഡ് ആക്സിയൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോളത്തിൻ്റെ ഡീറ്റെയിൽ. ഇത് ഞാൻ എവിടെ നിന്ന് ശേഖരിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏരിയ ആണ്, അഥവാ ഈ ഏരിയ ആണ്. ഇത് മാത്രമാണ് ഞാൻ ഇന്ന് ഡിസൈൻ ചെയ്യുന്നത്. ഇത് ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ എല്ലാ സെഗ്മെൻറ്റും നമ്മൾ ഡിസൈൻ ചെയ്തതിന് സമമാണ്. കാരണം ഈ സെഗ്മെൻറ്റ് ആവർത്തിച്ച് വന്നിരിക്കുകയാണ് ബാക്കിയുള്ള എല്ലാ ഏരിയകളിലും. ഓക്കെ, ഇത് ക്ലാസ് റൂമാണ്. 1, 2, 3 ഇങ്ങനെ 10 വരെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ക്ലാസ് റൂമാണ്. ഇടയിലൊരു 3 മീറ്ററിൻ്റെ പാസേജ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 7 × 7 എന്നുള്ള ക്ലാസ് റൂമിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു സെക്കൻഡറി ബീമാണ്. കാരണം എന്തെന്നാൽ നമ്മുടെ സ്ലാബിൻ്റെ തിക്നെസ്സും ബീമിൻ്റെ ഡെപ്തും കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ്, അഥവാ ഡെഡ് ലോഡ് കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു സെക്കൻഡറി ബീം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമലി സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസ്ട്രക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യുന്നത് ഫൂട്ടിംഗ്, പ്ലിന്ത്, സൂപ്പർ സ്ട്രക്ചർ, അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. ഇത് ടോപ്പിൽ നിന്നാണ് വരുന്നത്, അഥവാ സ്ലാബ്, ബീം, കോളംസ് ആൻഡ് ഫൂട്ടിംഗ് എന്നുള്ള ഡിസൈനാണ് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിവിടെ ആദ്യം കോളംസ് ആണ് ഡിസൈൻ ചെയ്തത്. കാരണം അപ്രോക്സിമേറ്റ് അനാലിസിസ് മെത്തേഡ് അഥവാ ഇൻഫ്ലുവൻസ് ഏരിയ മെത്തേഡ് ഉപയോഗിച്ചാണ് ഞാൻ ഈ കോളംസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അഥവാ ഈ കാണുന്ന സെഗ്മെൻറ്റ് 3.5, 7 മീറ്ററിൻ്റെ ഈ സെഗ്മെൻ്റ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ B1, B2 എന്നും മെൻഷൻ ചെയ്തിരിക്കുന്നത് ബീമുകളാണ്. C1, C2, C3 എന്നും മെൻഷൻ ചെയ്തിരിക്കുന്നത് കോളംസ് ആണ്. ക്ലാസ് 1 ആൻഡ് ക്ലാസ് 6. ഓക്കെ, ഇൻഫ്ലുവൻസ് ഏരിയ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. 4 കോളംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ കോളത്തിലോട്ട് പോകുന്ന ലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഏരിയ, അഥവാ ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഈ ഏരിയയിലുള്ള ലോഡാണ് ഈ കോളത്തിലോട്ട് ചെല്ലുന്നത്. ഈ കോളത്തിലോട്ട് ചെല്ലുന്ന ലോഡ് ഇതിൽ നിന്നും ഹാഫും ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ഹാഫുള്ള ലോഡ്, ഇത്രയും ലോഡാണ് ഈ കോളത്തിലോട്ട് ചെല്ലുന്നത്. അതുപോലെ സെൻട്രലി കോളമാണെങ്കിൽ ഇത്രയും ലോഡ് ഈ ഭാഗത്തോട്ടാണ് ആക്ട് ചെയ്യുന്നത്. സ്ലാബിൻ്റെ ലോഡ് അഥവാ ഈ ബ്ലാക്ക് കളറിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ബീമുകളാണ്. ഇത്രയും ബീമിൻ്റെ ഏരിയയിലുള്ള റെനിമീറ്ററിലുള്ള ലോഡുകൾ ഈ ഏരിയയിൽ ചെല്ലുന്നതാണ്. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് അറിയാത്തവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ പറയുന്നത്. ആക്സിയലി ലോഡഡ് കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളത്തെയാണ് നമ്മൾ ആക്സിയലി ലോഡഡ് കോളം എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ഈ സൈഡിൽ വരുന്ന കോളംസിനെയാണ് നമ്മൾ യൂണിയാക്സിയൽ കോളംസ് എന്ന് പറയുന്നത്. ഈ കോർണറിൽ വരുന്ന കോളം നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ബൈആക്സിയൽ മൊമെൻറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പഠിക്കുന്നത് നോർമലി 2 ടൈപ്പ് സ്ലാബുകളാണുള്ളത്.
ടു വേ സ്ലാബ് ആൻഡ് വൺ വേ സ്ലാബ്. ടു വേ സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LY ഡിവൈഡ് ബൈ LX 6/4 ഈക്വൽ ടു 1.5. അത് രണ്ടിനേക്കാളും ചെറുതായത് കാരണം ഇതിനെ നമ്മൾ ടു വേ സ്ലാബ് എന്ന് പറയാം. ഇത് രണ്ട് രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. ട്രയാങ്കിൾ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ 4 മീറ്റർ ബീമിലോട്ടും ട്രപ്പിസോയിഡൽ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ 6 മീറ്റർ ബീമിലോട്ടുമാണ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് അഥവാ ഇത് M² നമുക്കിത് ഇതിലുള്ള ലോഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അതിന് നമ്മൾ റണ്ണിങ് മീറ്ററിലോട്ട് മാറ്റണം. കാരണം ബീമിൽ എപ്പോഴും ലോഡ് ആക്ട് ചെയ്യുന്നത് കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കും. കിലോ ന്യൂട്ടൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, 1 കിലോ ന്യൂട്ടൺ ഈക്വൽ ടു 100 kg ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്ലാബിലുള്ള ലോഡ് ഒരു M² ഇത്ര കിലോ ന്യൂട്ടൺ എന്നുള്ള ലോഡ് നമ്മൾ 1 മീറ്ററിന് ഇത്ര കിലോ ന്യൂട്ടൺ എന്ന് മാറ്റുകയാണ് നമ്മുടെ പർപ്പസ്. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ട്രയാങ്കിൾ ലോഡ് ആണെങ്കിൽ WLX/3യും ട്രപ്പിസോയിഡൽ ആണെങ്കിൽ WLX/2 1/3 β². ബീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ LY ഡിവൈഡ് ബൈ LX റേഷ്യോ. അടുത്തത് അതൊരു വൺ വേ സ്ലാബ് ആണെങ്കിൽ, വൺ വേ സ്ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും റെക്റ്റാങ്കിൾ രീതിയിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. 1/5 എന്നുള്ള റേഷ്യോ. അപ്പോൾ അത് രണ്ടിനേക്കാളും വലുതായത് കാരണം ഇതിനെ നമ്മൾ വൺ വേ സ്ലാബ് എന്ന് പറയുന്നു. ഈ ലോഡ് ഫുൾ പിന്നെ പോകുന്നത് ഈ 5 മീറ്റർ ബീമിലോട്ട് തന്നെയാണ്. അടുത്തത് നമുക്ക് എങ്ങനെ അടുത്ത റൂഫ് ലോഡ് കാൽക്കുലേഷൻ, ഫ്ലോർ ലോഡ് കാൽക്കുലേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി സെൽഫ് വെയിറ്റ് ഞാനിവിടെ 120 mm ആണ് ഞാൻ അസ്യൂം ചെയ്തിരിക്കുന്നത്. ഇൻറ്റു 25 ഡെൻസിറ്റിയാണ്, 3 കിലോ ന്യൂട്ടൺ ആണ് നമുക്ക് റൂഫ് ലോഡ് കിട്ടുന്നത്, അഥവാ സെൽഫ് വെയിറ്റ് ഓഫ് സ്ലാബ് റൂഫിൻ്റെ. അതുപോലെ ലൈവ് ലോഡ് 1.5 കിലോ ന്യൂട്ടൺ പെർ M² ആണ്. അപ്പോൾ 1.5 എടുത്തു, അത് 2 ആഡ് ചെയ്തു, 4.5 കിലോ ന്യൂട്ടൺ പെർ M². ഫ്ലോർ ആണെങ്കിൽ നമുക്ക് ലൈവ് ലോഡ് നമ്മൾ 4 കിലോ ന്യൂട്ടൺ പെർ M² ആണ് എടുത്തിരിക്കുന്നത്. സെൽഫ് വെയിറ്റ് അത് ഈ സെയിം ഇക്വേഷൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫ്ലോർ ഫിനിഷ് നമ്മൾ ടൈലോ അല്ലെങ്കിൽ മാർബിളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ആ ഒരു കിലോ ന്യൂട്ടൺ പെർ M² ആണ് ഈ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ടോട്ടൽ ആഡ് ചെയ്യുന്ന സമയത്ത് 8 കിലോ ന്യൂട്ടൺ പെർ M². അടുത്തത് മാസണറി ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാസണറിയുടെ തിക്നെസ് ഇൻറ്റു ഹൈറ്റ് 3 മീറ്റർ ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ബ്രിക്സ് 20 ഈക്വൽ ടു 12. അടുത്തത് ബീമിൻ്റെ സെൽഫ് വെയിറ്റ് ആണ് 0.2 ഇൻറ്റു 0.5, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു ഡെൻസിറ്റി 2.5, ടോട്ടൽ 4.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബീമിൽ ആക്ട് ചെയ്യുന്നത് എപ്പോഴും കിലോ ന്യൂട്ടൺ പെർ മീറ്ററിലായിരിക്കും. അടുത്ത് കോളം ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു കോളത്തിൻ്റെ ലോഡ് 0.3 ഇൻറ്റു 0.3 അതിൻ്റെ ക്രോസ് സെക്ഷൻ ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു 3.5 അതിൻ്റെ ടോട്ടൽ ഹൈറ്റ് ആണ്, ഇൻറ്റു 25 എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി ആണ്. ടോട്ടൽ 7.87 കിലോ ന്യൂട്ടൺ. ഇതിനെ നമ്മൾ 100 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ kg നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അടുത്ത് ഞാനിവിടെ അസ്യൂം ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ടിന്യൂസ് സ്ലാബാണ് നമുക്ക് കൂടുതലും വരുന്നത്. അത് കാരണം T ഈക്വൽ ടു സ്പാൻ ഡിവൈഡ് ബൈ 26 ഇൻറ്റു 1.3. സ്പാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് സ്പാൻ ആണ് നമ്മളെപ്പോഴും കൺസിഡർ ചെയ്യേണ്ടത്. അഥവാ 4 ഇൻറ്റു 6ൻ്റെ ഒരു സ്ലാബ് ആണെങ്കിൽ നമ്മൾ ഈ 4 മീറ്ററാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 4000 ഇൻറ്റു mm മാറ്റുമ്പോൾ നമ്മൾ 1000, 4000 ഡിവൈഡ് ബൈ 26 ഇൻറ്റു 1.3. 1.3 എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ ഫാക്ടറാണ്. 26 എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സ്ലാബിന് 26 ആണ് ഡിഫ്ലക്ഷൻ റേഷ്യോ. അടുത്തത് നമുക്കറിയാം D ഈക്വൽ ടു സ്പാൻ ഡിവൈഡ് ബൈ 15 ടു സ്പാൻ ഡിവൈഡ് ബൈ 12 ആണ് നമുക്ക് നോർമലി ബീമിൻ്റെ എഫക്റ്റീവ് ഡെപ്ത് വരുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ റേഷ്യോ ആണ് നമ്മൾ ഇപ്പം നമ്മൾ റൂഫ് ലോഡ്, ഫ്ലോർ ലോഡ്, കോളം ലോഡ് ആൻഡ് മാസണറി ലോഡ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഡാറ്റാസ് ആണ്. ഹൈറ്റ് നമുക്കറിയാം, ഒരു സ്റ്റോറി 3500 ആണ് നമ്മുടെ ഹൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബീം നമ്മൾ ആ സ്പാൻ ഡിവൈഡ് ബൈ ഡെപ്ത് റേഷ്യോ വെച്ച് നമ്മൾ ബീമിൻ്റെ ഡെപ്ത് കണ്ടുപിടിച്ചു. കോളംസ് ഞാൻ 300 ഇൻറ്റു 300 ഇത് കണ്ടുപിടിച്ചത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളം ലോഡ് ക്യാരിങ് കപ്പാസിറ്റിക്ക് IS ഒരു ഫോർമുല പറയുന്നുണ്ട്. PU ഈക്വൽ ടു 0.4 FCK എന്ന് വെച്ച് കഴിഞ്ഞൊരു ഫോർമുല പറയുന്നുണ്ട്. അത് വെച്ചാണ് ഞാൻ ഈ കോളം ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്തത് സ്ലാബ് ഏരിയ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സ്ലാബിൽ എങ്ങനെയാണ് ഏരിയ
ആക്ട് ചെയ്യുന്നത് അഥവാ കോളത്തിലോട്ട് അഥവാ C1 എന്ന് പറഞ്ഞ കോളത്തിലോട്ട് എത്ര സ്ലാബിൻ്റെ ലോഡാണ് ചെല്ലുന്നതെന്നുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ബീം ലെങ്ത്ത്, ഇതിൻ്റെ ഹാഫ് ബീം, ഇതിൻ്റെ ഹാഫ് ബീം, ഈ ഇത്രയും ഏരിയ 5.25 മീറ്റർ ആണ് അത് ബീം ലെങ്ത് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്പർ ഓഫ് സ്റ്റോറേ മൊത്തം 3 സ്റ്റോറേ നമ്മൾ ചെയ്യുന്നത്. ഈച്ച് സ്റ്റോറേ 10 ഗ്ലാസ് ഇൻറ്റു 3 30 ക്ലാസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ സ്ലാബ് തിക്നെസ് 120 mm, അതിന് നമ്മൾ ഫോർമുല യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നു. സ്പാൻ ഡിവൈഡ് ബൈ 26 ഇൻറ്റു മോഡിഫിക്കേഷൻ ഫാക്ടർ, അത് വെച്ച് 120 mm നമ്മൾ എടുത്തു. അങ്ങനെ ടോട്ടൽ ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. 730 kN ഇൻറ്റു 100 kg ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കോളത്തിൽ വരുന്ന എത്ര kg ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് കിട്ടും. അതുപോലെ C2 ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു, C3 കാൽക്കുലേറ്റ്, C5 ആൻഡ് C4 കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ വ്യത്യസ്തമായ ലോഡുകളാണ് ഇതിലുള്ളത്, നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ടോട്ടൽ ലോഡ് വരുന്നത് 1160 kN ആണ്. അഥവാ C5ലാണ് ഏറ്റവും കൂടുതൽ ലോഡ് വരുന്നത്. കാരണം എന്താ, ഇത് സെൻട്രലി ആക്ട് ചെയ്യുന്ന കോളായതുകൊണ്ട് ഈ 4 സ്ലാബിൽ നിന്നുള്ള ലോഡും 4 ബീമിൽ നിന്നുള്ള ലോഡും ഇതിലോട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഓരോ കോളം വ്യത്യസ്തമായ ലോഡുകളാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് 3 ടൈപ്പ് കോളംസ് ആണുള്ളത്. ഒന്ന് ആക്സിയൽ, യൂണിയാക്സിയൽ, ബൈആക്സിയൽ. ആക്സിയൽ ലോഡഡ് കോളംസ് ആണെങ്കിൽ നമുക്ക് മൊമെന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. യൂണിയാക്സിയൽ ആൻഡ് ബൈആക്സിയൽ കോളംസിന് നമ്മൾ മൊമെന്റ് കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അഥവാ യൂണിയാക്സിയൽ കോളത്തിന് ഒരു ബീമിൽ നിന്നുള്ള മൊമെന്റും ബൈആക്സിയൽ കോളത്തിന് 2 ബീമിൽ നിന്നുള്ള മൊമെന്റും വരുന്നതാണ്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഇതാണ്, ഈ കോർണർ കോളമാണ് ബൈആക്സിയൽ കോളമായിട്ട് വരുന്നത്. ഈ ബീമിൽ നിന്നും മൊമെന്റ് കൂടി ഈ ആക്സിയൽ ലോഡിന്റെ കൂടെ ഈ 2 ബീമിൽ നിന്നുള്ള മൊമെന്റ് കൂടെ ആക്ട് ചെയ്യുന്നതാണ്. ഈ ബീമിൽ ഈ 2 സ്പാനും ഈക്വൽ ആയത് കാരണം ഇതിന്റെ മൊമെന്റ്സ് തമ്മിൽ നെഗ്ലക്ട് ചെയ്തു പോവുകയും ഈ ഒരൊറ്റ ബീമിൽ നിന്ന് മാത്രമേ മൊമെന്റ് ഇതിലോട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നുള്ളൂ. അഥവാ ഒരു ഡയറക്ഷനിൽ നിന്നുള്ള മൊമെന്റ് ആണ് ആക്ട് ചെയ്യുന്നത്. അതിനെയാണ് യൂണിയാക്സിയൽ കോളം എന്ന് പറയുന്നത്. സെൻട്രൽ വരുന്ന കോളംസിനെ നമ്മൾ നോർമലായിട്ട് ബൈആക്സിയൽ കോളംസ് എന്നാണ് പറയുന്നത്. നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ബീമിലോട്ടും വരുന്ന ലോഡ് നമ്മൾ UDL ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ഫോർമുല അനുസരിച്ച് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. ഓരോ കോളത്തിലോട്ടും വരുന്ന, ഓരോ ബീമിലോട്ടും വരുന്ന, ബീമിൻ്റെ പേരാണ് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത്ര kN/m എന്നുള്ള ലോഡ് നമുക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനുശേഷം ഓരോ കോളംസും ഗ്രൂപ്പ് ചെയ്യാം. നമ്മൾ 4 കോളമാണ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ 4 കോളംസ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫുൾ ബിൽഡിംഗ് കോളംസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. അഥവാ C2, C5, C1, C4 ആണ് ഈ 4 കോളംസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇതിൽ ഈ 4 കോളംസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി. ആക്സിയലി ലോഡഡ് കോളംസ് ഇതിൽ വരുന്നില്ല, ഒരു കോളംസും വരുന്നില്ല. യൂണിയാക്സിയൽ കോളംസ് C2 ആൻഡ് C5 യൂണിയാക്സിയലും ബൈആക്സിയൽ കോളം C1 ആൻഡ് C4 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന UDL വെച്ച് നമ്മൾ മൊമെന്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. C2ൽ 70 kN/m, അത് C5ൽ ഒരു ഡയറക്ഷനിൽ നിന്ന് മാത്രമേ ഉള്ളൂ. C1, C4 ബൈആക്സിയൽ മൊമെന്റ് ആയത് കാരണം MYയും MXലും മൊമെന്റ് ക്രിയേറ്റ് ആവുന്നു. നോർമലി നമ്മൾ ഈ മൊമെന്റ്സ് കണ്ടുപിടിക്കുന്നത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ഫോർമുലയോ കാനീസ് മെത്തേഡോ ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ ഒരു ഫോർമുല റിലേഷനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഭാവിയിൽ ഞാൻ ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ജനറൽ ഐഡിയ തരിക എന്നുള്ള ഉദ്ദേശം മാത്രമാണുള്ളത്. അടുത്തത്, ഈ മൊമെന്റ്സും ഈ കോളം മൊമെന്റ്സും അതുപോലെ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന ലോഡും വെച്ചിട്ട് ഞാൻ കോളംസ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. 300 × 300 കോളംസ് ആണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ PT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഓഫ് സ്റ്റീൽ, ഇത്ര പെർസെൻറ്റേജ് ഏരിയ ഓഫ് സ്റ്റീൽ. ഓക്കെ, അത് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് 3 ടൈപ്പ് IS 456-2000 SP 16 2 ഇതാണ്. ഓക്കെ,
ഈ രണ്ട് കോഡ് ബുക്ക് ഉപയോഗിച്ചാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, ഓരോരോ കോളത്തിലും സ്റ്റീൽ വ്യത്യസ്തമാണ്. 6 നമ്പർ ഓഫ് 20, 16 ഡയാമീറ്റർ ബാർ 6, ഇവിടെ 20യുടെ ബാർ 8ഉം ഇവിടെ 12ൻ്റെ 2ഉം, അതുപോലെ 28. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ബീം ഡിസൈൻ നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഇത്ര UDL കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്നുള്ള വാല്യൂ നമുക്കറിയാം. അതിൻ്റെ ലെങ്ത് അറിയാം. ഡെപ്തും ബ്രെഡ്ത്തും നമ്മൾ 230 mm അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡെപ്ത് നമുക്ക് കണ്ടിന്യൂസ് ബീമാണ് നമ്മൾ അനാലിസിസിന് ഉപയോഗിക്കുന്നത്, കാരണം ഇത് കണ്ടിന്യൂസ് ആയിട്ട് പാസ് ചെയ്യുന്ന ബീമാണ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കി അറിയാം. അപ്പോൾ നമ്മൾ നേരത്തെ കോളം 4 ഡിസൈൻ ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് B1, 2, B2 ആൻഡ് ദിസ് ലൈൻ ആൻഡ് ദിസ് ലൈൻ. ഈ 4 ലൈൻ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവറോൾ ഡിസൈൻ ചെയ്തതിനുള്ള ഫലമാണ്. അപ്പോൾ ഞാൻ 4 ലൈനെ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. ആദ്യത്തെ ലൈനാണ് B1 ലൈൻ, 2 B4 ലൈൻ. ഇതാണ് B1 ലൈൻ, ഇതാണ് B4 ലൈൻ. അപ്പോൾ നമുക്ക് അതിലെ ഡിസൈൻ കണ്ടിന്യൂസ് ബീം ഞാനിവിടെ മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫോർമുലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് എക്സൽ ഷീറ്റിലാക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് സ്റ്റെപ്പുകൾ വളരെ ലളിതമാക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, മൊമെൻ്റ് ഡിസ്ട്രിബ്യൂഷൻ ഞാൻ ഭാവിയിൽ ചെയ്യുന്നതാണ്, ഗ്രൂപ്പിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് കംപ്രഷൻ സൈഡിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു 2 16ൻ്റെ ബാറും അതുപോലെ 12ൻ്റെ 1 ബാറും. ടെൻസൈൽ സൈഡിൽ 16ൻ്റെ 2 ബാറാണ് യൂസ് ചെയ്തിരിക്കുന്നത് 3.5 മീറ്ററുള്ള. ഇതിൽ ലോഡ് 34 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഇതിൻ്റെ ലോഡ് 46 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. 3.5 മീറ്റർ ഡിസ്റ്റൻസ് ആണ് സെൻറ്റർ ടു സെൻറ്റർ. ഇതിൽ 3 16ൻ്റെ കംപ്രഷൻ ബാറും ടെൻസൈൽ ബാറ് 2 16, 1 12 എന്നുള്ള രീതിയിൽ. അതുപോലെ B2 ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈനാണ് 737. അപ്പോൾ ആ ലൈൻ 737, അതിൽ വ്യത്യസ്തമായ ലോഡുകൾ 42, 33, 42 എന്നുള്ള വ്യത്യസ്തമായ ലോഡുകൾ വ്യത്യസ്തമായ സ്പാനിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കതിൻ്റെ ബ്രെഡ്ത്ത് മനസ്സിലാവും. 450, ഇതും 450, ഇത് 450, ഇത് 300 ഡെപ്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിച്ചു. സപ്പോർട്ടിൽ വരുന്നത് 420 ബാറാണ്. സപ്പോർട്ടിൽ നമ്മൾ ഫുൾ പ്രൊവൈഡ് ചെയ്തു. ഓവറോൾ 220ൻ്റെ ബാറാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബോട്ടത്തിൽ 3 16ൻ്റെ ബാറ് ഓവറോളും സപ്പോർട്ടിൽ 4 16ഉം അതുപോലെ സെൻട്രലിൽ 1 12 എക്സ്ട്രാ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതേ സ്പാനിൽ ഉള്ളതാണെങ്കിലും പക്ഷേ ഡിഫറൻ്റ് ആയിട്ടുള്ള കിലോ ന്യൂട്ടൺ ലോഡാണ് ഇവിടെ UDL ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ 420, ഇവിടെ 520 വന്നിട്ടുള്ളത്. സപ്പോർട്ടിൽ 1 ബാർ എക്സ്ട്രാ വന്നിട്ടുണ്ട്. മാക്സിമം മൊമെൻ്റ് അറ്റ് മിഡ് സ്പാൻ എന്നുള്ള ഈ റേഷ്യോ 3:20 എന്നുള്ള ഈ റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇതിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റീൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഫൂട്ടിംഗ് ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഫൂട്ടിംഗ് ഡിസൈൻ 4 ടൈപ്പ് ഫൂട്ടിംഗ് ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 1.65, 1.65, 1.9, 1.75 ആൻഡ് 2.1 സ്ക്വയർ ഫൂട്ടിംഗ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഐസൊലേറ്റഡ് സ്ക്വയർ ഫൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ 350 ആണ് ഇതിൻ്റെ ഓവറോൾ ഡെപ്ത് വരുന്നത്. ഇതിൻ്റെ ഓവറോൾ ഡെപ്ത് വരുന്നത് 400 mm, ഇത് 350, ഇത് 425. അതിനുള്ള ബാറാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. ഒരു ജനറൽ ഐഡിയ തരിക എന്നുള്ള ഉദ്ദേശം മാത്രമാണുള്ളത്. അടുത്തത് സ്ലാബ് ഡിസൈൻ. 3.5 x 7 മീറ്ററിൻ്റെ സ്ലാബ്, 2 സ്ലാബും അതുപോലെ 3 x 3.5യുടെ 2 സ്ലാബുമാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അഥവാ ഈ ഒരു സ്ലാബും ഈ ഒരു സ്ലാബുമാണ്, ഈ 4 സ്ലാബാണ് ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ ഇത് ഞാൻ ഡിസൈൻ ചെയ്യാൻ കാരണം ഇത് ഒരു ഏരിയ ഡിസ്കണ്ടിന്യൂറ്റിയാണ്, ബാക്കി 3 ഏരിയ കണ്ടിന്യൂറ്റിയാണ്. അതുപോലെ ഈ ഏരിയയും ഡിസ്കണ്ടിന്യൂറ്റിയാണ്, ബാക്കിയുള്ള ഏരിയ കണ്ടിന്യൂറ്റിയാണ്. ഓക്കെ, കണ്ടിന്യൂസ് സ്ലാബായിട്ടാണ് വരുന്നത്.
അതുപോലെ ഇതിന് 4 ഏരിയയും ഇൻറ്റീരിയർ സ്പാൻ ആയിട്ടാണ് വരുന്നത്. അതുപോലെ ഇതിന് ഒരു ഷോർട്ട് എഡ്ജ് ഡിസ്കണ്ടിന്യൂ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് സ്ലാബ് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസറാണിത്. 8 mm 190 mm ബാർ ഷോർട്ടർ സെക്ഷനാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് വളരെ ലളിതമായിട്ട് ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഫ്രണ്ട്സ്, ഇത് ആദ്യത്തെ ഒരു സംരംഭം മാത്രമാണ്. കൂടുതൽ വീഡിയോകൾ ഇടാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.